ബാങ്ക് കൊള്ളയുടെ പരമ്പര നടക്കുന്ന സംസ്ഥാനമാണ് കർണാടക. തോക്കു ചൂണ്ടി കവർച്ചയും ഭിത്തി തുറന്നുള്ള മോഷണവും ഉൾപ്പെടെ നാടിനെ ഞെട്ടിച്ച കുറേ കേസുകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലെ വിജയ്പുരയിലെ കാനറ ബാങ്കിൽ നടന്നത് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ്. 51 കിലോ സ്വർണവും 5 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടെന്നാണ് പരാതി. ഒരാഴ്ച മുൻപാണ് മോഷണം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. ഇവിടെ നിന്ന് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് ദുരൂഹത കൂട്ടുന്നുണ്ട്. വിജയപുരയിലെ കാനറ ബാങ്കിൽ നടന്നത് ആസൂത്രിതമായ വൻ കവർച്ചയെന്നുറപ്പ്. മെയ് 24, 25 തീയതികളിലെ അവധി മുന്നിൽ കണ്ട് നടത്തിയ വൻ കൊള്ള. മെയ് 23 വൈകുന്നേരം പതിവ് പോലെ ബാങ്ക് അടച്ച് ജീവനക്കാർ ഇറങ്ങി. 24, 25 തീയതികൾ 4ാം ശനിയാഴ്ചയും ഞായറുമായതിനാൽ ബാങ്ക് പ്രവർത്തിച്ചിരുന്നില്ല. ഈ ദിവസങ്ങളിലാണ് പല ഘട്ടങ്ങളിലായി സ്വർണം മോഷ്ടാക്കൾ കടത്തിയത്. മെയ് 26 തീയതി ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് സ്ട്രോങ് റൂമിന്റെ ഷട്ടറും ഗ്രില്ലും തകർന്നതായി കണ്ടത്. ഉച്ചയോടെ റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരെത്തി കവർച്ച സ്ഥിരീകരിച്ചു. 25ನೇ ತಾರೀಕು ಅವರ ಪ್ಯೂನು ಕ್ಲೀನಿಂಗಿಗೆ ಅಂತ ಬಂದಾಗ ಶಟರ್ಸ್ ಲಾಕ್ ಕಟ್ ಆಗಿರೋದು ಗಮನಕ್ಕೆ ಬರುತ್ತೆ. ತದನಂತರ ಪೊಲೀಸ್ ಇಲಾಖೆ ಮಾಹಿತಿಯನ್ನು ಕೊಡ್ತಾರೆ. ಸೊ ಪರಿಶೀಲಿಸಿದಾಗ ಯಾರೋ ಕಳ್ಳರು ബാങ്കിനെ ബന്ധുവിട്ടു കള്ളത്തന ಮಾಡ್ಕೊಂಡು ಹೋಗಿರುವಂತದ್ದು ഗമനಕ್ಕೆ ಬರುತ್ತೆ. 8 പേരെങ്കിലും കവർച്ചയിൽ പങ്കാളികളാണെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളെ പിടികൂടാൻ 8 അന്വേഷണ സംഘങ്ങളെയും നിയോഗിച്ചു. പണയ സ്വർണത്തിനു പുറമെ ബാങ്കിലുണ്ടായിരുന്ന 5 ലക്ഷത്തിലധികം രൂപയും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഇതിനിടെ ബാങ്കിനുള്ളിൽ നിന്ന് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയത് ദുരൂഹത കൂട്ടുന്നുണ്ട്. എന്നാൽ ഇത് അന്വേഷണത്തെ വഴിതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് കരുതുന്നത്. രാജ്യത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഏറ്റവും വലിയ കവർച്ചയാണ് ഇത്. ന്യൂസ് 18 ബംഗളൂരു.